ഹായ് മക്കളെ, അപ്പോൾ നമ്മുടെ +2 റിസൾട്ട് വന്നു. ഒരുപാട് കുട്ടികൾ നല്ല സന്തോഷത്തിലാണ്. പക്ഷെ കുറച്ച് കുട്ടികളാണെങ്കിൽ പോലും അവർ വിചാരിച്ച മാർക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ കുറച്ച് വിഷയങ്ങൾ നഷ്ടമായ കുട്ടികളുണ്ട്. നമുക്ക് വിഷയം നഷ്ടമായി എന്ന് തന്നെ പറയാം, അതല്ലാതെ തോറ്റു എന്ന് പറയേണ്ടത്. നമുക്ക് ഇനി ഒരു ചാൻസ് കിടപ്പുണ്ട്, അപ്പോൾ നമ്മൾ തോറ്റു എന്ന് പറയേണ്ടത് നമുക്കൊരു വിഷയം നഷ്ടമായി, അല്ലെങ്കിൽ കുറച്ച് വിഷയങ്ങൾ നഷ്ടമായി എന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളുണ്ട്. നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. നിങ്ങളോടൊപ്പം തന്നെ നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത് വരെ നമ്മൾ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും എന്ന് ആദ്യം പറഞ്ഞു തുടങ്ങും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞത് എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ നഷ്ടമായത് എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, അതൊക്കെ നിങ്ങൾ മാറ്റി വയ്ക്കുക. നമ്മളിത് ഇവിടുന്ന് 1 തുടങ്ങുവാണ്. നമ്മൾ 1 സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മൾ ഇവിടെ നിന്ന് പഠിച്ചു തുടങ്ങാൻ പോവുകയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വലിയ വിജയങ്ങൾ പോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ ഓരോരുത്തരെയും വിജയത്തിലേക്ക് എത്തിക്കുക. നിങ്ങൾ ഓരോരുത്തരെയും സമയം പാഴാക്കാതെ, അതായത് ഒരു വർഷം കളയാതെ അടുത്ത അഡ്മിഷനിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമുക്ക് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി വളരെ പെട്ടെന്ന്, വളരെ വേഗം തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. പറ്റുമെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ബാച്ചിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ്, വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ആദ്യം ഇതിന്റെ പേര് തന്നെ നോക്കുക, സേ ഇംപ്രൂവ്മെന്റ്. അതിൽ സംശയമുള്ള കുട്ടികളാണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ മാത്സ് എന്ന് പറയുന്ന എക്സാം എഴുതി, നിങ്ങൾക്ക് ആ വിഷയം നഷ്ടമായി എന്ന് വിചാരിച്ചു. ആ വിഷയം നഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതുന്ന എക്സാമിന് പറയുന്ന പേരാണ് സേ. വിഷയം നഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ എക്സാമിന് പറയുന്ന പേര് സേ. ഇനി നിങ്ങൾക്ക് വിഷയം നഷ്ടമായില്ല, പക്ഷെ നിങ്ങൾക്ക് വിചാരിച്ച മാർക്ക് കിട്ടിയില്ല, നിങ്ങൾക്ക് കുറച്ചുകൂടി മാർക്ക് മേടിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആ വിഷയം നഷ്ടമായിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടി മാർക്ക് മേടിക്കണം. അപ്പോൾ നിങ്ങൾ എഴുതുന്ന എക്സാമിന് പറയുന്ന പേരാണ് ഇംപ്രൂവ്മെന്റ്. ഇനിയിപ്പോൾ നിങ്ങൾ ഓർക്കും ഇത് രണ്ടും 2 എക്സാം ആണെന്ന്. അല്ല, നിങ്ങൾക്ക് ഒറ്റ എക്സാം ആയിട്ട് തന്നെയായിരിക്കും നടക്കുന്നത്. രണ്ടും ഒരു എക്സാം തന്നെയാണ്, ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടുള്ള ഒരേ എക്സാം തന്നെ ആയിരിക്കും. അതിന് 2 പേരുകൾ പറയുന്നെന്ന് മാത്രം. വിഷയം നഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിന് സേ എന്നും, മാർക്ക് കൂടുതൽ മേടിക്കാൻ എഴുതുവാണെങ്കിൽ അതിന് ഇംപ്രൂവ്മെന്റ് എന്നും പേര് പറയും. അത്രേ ഉള്ളൂ. ഒരേ എക്സാം, ഒരേ രീതിയിൽ, ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് തന്നെയായിരിക്കും 2 എക്സാമുകൾ നടക്കുന്നത്, കേട്ടല്ലോ. അപ്പോൾ അതിന് 2 പേരുകൾ ഉണ്ടെന്ന് മാത്രം. ഇനി നമ്മളുടെ ബാച്ചിനെ കുറിച്ചിട്ടുള്ള അതിനു മുമ്പ് നിങ്ങൾക്ക് എത്ര സബ്ജക്റ്റുകൾ സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് ചെയ്യാം എന്നുള്ളതാണ് അടുത്ത കാര്യം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് എത്ര വിഷയങ്ങൾ നഷ്ടമായിട്ടുണ്ടോ അത്രയും വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് സേ എഴുതാം. നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങളും നഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങളും സേ എഴുതാം. ഇനി നിങ്ങൾക്ക് 2 വിഷയമോ പോയിട്ടുള്ളെങ്കിൽ 2 വിഷയവും എഴുതാം. ഒരു വിഷയമാണ് പോയിട്ടുള്ളെങ്കിൽ 1 വിഷയം എഴുതാം. മുഴുവൻ പോയിട്ടുണ്ടെങ്കിൽ മുഴുവനും എഴുതാം. അപ്പോൾ എണ്ണം എന്ന് പറയുന്നത് അവിടെ ഇല്ല. സേ എഴുതാനാണെങ്കിൽ നിങ്ങൾക്ക് എത്ര വിഷയം പോയോ അത്രയും വിഷയം എഴുതാം. അവിടെ എണ്ണം എന്നുള്ളത് എന്താണ്, ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അല്ല. ഇനി ഇംപ്രൂവ് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ ഒരു വിഷയത്തിന് മാത്രമേ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ഏതെങ്കിലും ഒരു വിഷയം മാർക്ക് കൂടുതൽ മേടിക്കണം എന്നുള്ള കുട്ടികൾക്കാണെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന് മാത്രം നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാം. ഇപ്പോൾ എണ്ണം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നിങ്ങൾക്ക് ബാച്ച് പ്രൊവൈഡ് ചെയ്യുന്നത് ഓരോ സബ്ജക്റ്റ് വൈസ് ആയിരിക്കും. എന്താണ്? ഓരോ സബ്ജക്റ്റ് വൈസ് ആയിരിക്കും. അതായത് നിങ്ങൾക്ക് മാത്സ് മാത്രമാണ് പോയത് എങ്കിൽ നിങ്ങൾ മാത്സ് മാത്രം പർച്ചേസ് ചെയ്താൽ മതി. കെമിസ്ട്രി മാത്രമാണ് പോയത് എങ്കിൽ നിങ്ങൾക്ക് കെമിസ്ട്രി മാത്രം പർച്ചേസ് ചെയ്താൽ മതി. ഫിസിക്സ് മാത്രമാണെങ്കിൽ നിങ്ങൾ ഫിസിക്സ് മാത്രം പർച്ചേസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റ് വൈസ് ആണ് നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇവിടുത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ കോഴ്സ് ഫീ വരുന്നത് 999 ആണ്. ഒരു സബ്ജക്റ്റിന് 999, കേട്ടല്ലോ. ഒരു വർഷത്തേക്ക് നിങ്ങൾ പഠിച്ച എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. വളരെ തുച്ഛമായൊരു ഫീസ് മാത്രമേ നമ്മൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുള്ളൂ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ അടുത്ത അഡ്മിഷന് വളരെ പെട്ടെന്ന് എത്തിക്കുക. ഒരു വർഷം പാഴാക്കാതെ നിങ്ങൾ അടുത്ത അഡ്മിഷന് വളരെ പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രധാനം. ഇവിടെ ഇനി ബാച്ചിൽ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ മാത്സ് ആണ് എടുക്കുന്നതെങ്കിൽ മാത്സിൻ്റെ എല്ലാ ചാപ്റ്ററുകളും അവിടെ ഉണ്ട്. ആ ചാപ്റ്ററിന്റെ PYQസും റെക്കോർഡഡ് വീഡിയോസും എല്ലാം അവിടെ ഉണ്ടാവും. ഇനി ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സേ എഴുതുന്ന കുട്ടികൾക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണ്ട 1 ഷോട്ട് വീഡിയോസ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്ക് ഒരു ചാപ്റ്ററിന്റെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന 1 ഷോട്ട് വീഡിയോസ് അവിടെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് ഒരു ചാപ്റ്ററിനെ പറ്റിയിട്ടുള്ള ഫുൾ ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ അല്ലേ? അതവിടെയുണ്ട്. ഇനി നിങ്ങൾ ഓഫ്ലൈനായി പഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും ഞാൻ പറയട്ടെ, നിങ്ങൾ ഓഫ്ലൈനായിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു സെന്ററിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള സ്ഥലത്ത് നിങ്ങൾ ചേർന്നു, എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്ത് വെക്കുന്നത് നല്ലൊരു കാര്യമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
അവിടെ എന്താണ് നിങ്ങൾക്ക് ഓരോ സമയത്തും ഒരു പർട്ടിക്കുലർ സമയം തന്നിട്ട് ഒരു ചാപ്റ്റർ പഠിപ്പിച്ച് പോവുകയായിരിക്കും. പക്ഷെ നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് ഫുൾ ചാപ്റ്റർ അങ്ങോട്ട് തരുവാണ്. നിങ്ങളുടെ സമയം പോലെ നിങ്ങളിരുന്ന് പഠിക്കാം. അപ്പം നിങ്ങൾ ഓഫ്ലൈൻ ഏതെങ്കിലും ഒരു ബാച്ചിൽ ചേർന്നിട്ടുള്ള കുട്ടികളാണെങ്കിൽ പോലും, ഏതെങ്കിലും ഒരു സെന്ററിൽ ചേർന്നിട്ടുള്ള കുട്ടികളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്ത് വെക്കാവുന്നതാണ്. കാര്യം എന്താ, നമുക്ക് ഈ സമയത്ത് ഇനി റിസ്ക് എടുക്കണ്ട. അവിടെ അവിടെ ക്യാഷോ അല്ലെങ്കിൽ നമ്മുടെ സമയമോ അല്ല പ്രധാനം. നമുക്ക് ഈ ഒരു വർഷം പാഴാക്കാതെ നിങ്ങൾക്ക് അടുത്ത അഡ്മിഷന് നിങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നിങ്ങൾ മടിയൊക്കെ മാറ്റി വെക്കുക. പ്രശ്നങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഉറപ്പായിട്ടുണ്ടാവും, അത് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ കുറയ്ക്കുക. എന്നിട്ട് ഇവിടുന്ന് ഇപ്പം മുതൽ പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് ബാച്ചിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഇനിയും അറിയണമെങ്കിൽ നിങ്ങൾ താഴെ ഒരു ലിങ്ക് കൊടുത്തിരിക്കാം, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഈ ഒരു സ്ക്രോൾ കൂടി വിട്ടിരിക്കുക, ഒരു നമ്പറുള്ള ഒരു സ്ക്രോൾ കൂടി വിടാം. ആ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും അറിയാവുന്നതായിരിക്കും. പിന്നെ ഈ ഡേറ്റ് മറന്നു പോകരുത്. നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ നമ്മളുടെ സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് എഴുതാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആപ്ലിക്കേഷൻ June 1 ഈ ഡേറ്റ് മറക്കരുത്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ബാച്ചിൽ ചേരുകയോ ചേരാതിരിക്കുകയോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഈ ഡേറ്റ് മറന്നു പോകരുത്. നിങ്ങൾ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് ഈ June 1 പറയുന്ന ഡേറ്റ് ഇനിയും 2-3 ദിവസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇരിക്കരുത്. നിങ്ങൾ പറ്റുവാണെങ്കിൽ ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്യുക. ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ നീക്കുക. കേട്ടല്ലോ? അപ്പൊ സമയം കളയരുത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, നമ്മൾ നിങ്ങളോടൊപ്പം ഉണ്ട്. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് ജയിക്കാം.